ഹലോ മൈ ഡിയേഴ്സ്, ഗുഡ് ഈവനിങ്. നമ്മുടെ ലൈഫിൽ എപ്പോഴും നമ്മൾ ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്. എപ്പോഴാണ് നമുക്ക് സമാധാനം കിട്ടുക, സന്തോഷം കിട്ടുക, ഇനി എപ്പോഴെങ്കിലും നമ്മുടെ ലൈഫിൽ ഐശ്വര്യം ഉണ്ടാവുമോ എന്നൊക്കെയുള്ളത്. റീഡിങ്ങിന് വരുന്ന പല ആളുകളും ചോദിക്കുന്നൊരു ക്വസ്റ്റ്യനാണിത്. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നൊരു കാര്യം അതുതന്നെയാണ്. നിങ്ങളുടെ ലൈഫിൽ നിങ്ങളുടെ എനർജീസിനെ ഒത്തിരി പ്രൊട്ടക്റ്റ് ചെയ്യുന്നുണ്ടായിരിക്കും. പക്ഷേ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ സന്തോഷവും സമാധാനവും നിലനിൽക്കണമെങ്കിൽ, അല്ലെങ്കിൽ അത് ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ചുറ്റുമുള്ള എനർജിയെ കൂടി നമ്മൾ പ്രൊട്ടക്റ്റ് ചെയ്യേണ്ടതുണ്ട്. അതിനെക്കുറിച്ചാണ് നമ്മളുടെ ഇന്നത്തെ റീഡിംഗ് എന്ന് പറയുന്നത്. നിങ്ങളുടെ എനിമീസിനെ കുറിച്ചോ അങ്ങനെയുള്ളൊരു റീഡിംഗ് അല്ല, പക്ഷേ ചില വ്യക്തികളുടെ ഇടപെടലുകൾ മൂലം നമ്മുടെ ലൈഫിൽ എന്തെങ്കിലും ഒരു നെഗറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടാവുന്നുണ്ടോ, ഉണ്ടെങ്കിൽ നമ്മൾ എങ്ങനെയാണ് നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യേണ്ടത്. ഒരിക്കലും അവർ നിങ്ങളുടെ ശത്രുക്കളെ ആക്ട് ചെയ്യുന്ന ആളുകളായിരിക്കില്ല. പലപ്പോഴും ഇത്തരത്തിലുള്ള കാറ്റഗറി ആളുകളെ തിരിച്ചറിയാൻ വൈകി പോകുന്നത് നിങ്ങളുടെ മനസ്സമാധാനക്കേടിനും അതുപോലെ ഒരുപാട് പ്രശ്നങ്ങൾക്കും ഇടയാക്കാറുണ്ട്. സോ അങ്ങനെയുള്ള ചില കാര്യങ്ങൾ റിവീൽ ചെയ്യുക എന്നുള്ളതാണ് ഇന്നത്തെ റീഡിങ്ങിൻ്റെ ഉദ്ദേശം. ഈ ഒരു റീഡിങ് കഴിയുമ്പോഴത്തേക്കും നിങ്ങൾക്ക് എങ്ങനെയാണ് നിങ്ങളെ സ്വയം പ്രൊട്ടക്റ്റ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യം മനസ്സിലാവുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് റീഡിങ്ങിലേക്ക് കടക്കാം. നിങ്ങളുടെ ലൈഫിനെ എങ്ങനെയാണ് പ്രൊട്ടക്റ്റ് ചെയ്യേണ്ടത്, ഏതരം വ്യക്തികളിൽ നിന്നാണ് പ്രൊട്ടക്റ്റ് ചെയ്യേണ്ടത് എന്നുള്ളതാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. എക്സ്റ്റേണലി നിങ്ങളുടെ എനർജിയെ എങ്ങനെ പ്രൊട്ടക്റ്റ് ചെയ്യണം. ആദ്യമായിട്ടാണ് നിങ്ങൾ എൻ്റെ റീഡിംഗ് കാണുന്നതെങ്കിൽ ഇതൊരു കളക്റ്റീവ് ആൻഡ് ജനറൽ റീഡിംഗ് ആണ്. എല്ലാ കാര്യങ്ങളും എല്ലാവർക്കും റെസണേറ്റ് ആവണമെന്നില്ല. നിങ്ങളുടെ ലൈഫിലേക്ക് പോസിറ്റീവ് ആയിട്ടുള്ള നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങൾ മാത്രം നിങ്ങൾ അബ്സോർബ് ചെയ്യുക. ഓക്കെ, സോ എൻ്റെ ഓഡിയൻസിൻ്റെ, എൻ്റെ സബ്സ്ക്രൈബേഴ്സിൻ്റെ എനർജീസ് കളക്റ്റീവായിട്ട് ടൈപ്പ് ചെയ്തുകൊണ്ടാണ് ഈ ഒരു റീഡിംഗ് ഞാൻ ചെയ്യുന്നത്. സോ നിങ്ങൾക്ക് റെസണേറ്റ് ആവുകയാണെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങളത് കമൻറ്റിൽ അറിയിക്കണം കേട്ടോ. അപ്പോൾ നമുക്ക് ടാരോയോട് ചോദിച്ച് നോക്കാം. ടാരോ പ്ലീസ് ഗൈഡ് മീ. റീഡിംഗ് ഫോർ മൈ ഓഡിയൻസ്, റീഡിംഗ് ഫോർ മൈ സബ്സ്ക്രൈബേഴ്സ്. അവരുടെ ലൈഫിൽ എന്തെങ്കിലും നെഗറ്റീവായിട്ടുള്ള രീതിയിൽ എഫക്റ്റ് ചെയ്യുന്ന എനർജി ഇപ്പോൾ പ്രസൻസിലുണ്ടോ? അവരുടെ പ്രസൻറ്റ് സിറ്റുവേഷനിൽ ഇപ്പോൾ ഏതെങ്കിലും രീതിയിൽ നെഗറ്റീവായിട്ട് അഫക്റ്റ് ചെയ്യുന്ന ഒരു എനർജി, അതൊരു വ്യക്തിയാവാം, എന്തെങ്കിലും രീതിയിലുള്ള ഒരു എനർജി ആവാം. അങ്ങനെയുള്ള എന്തെങ്കിലും കാര്യം അവരുടെ സമാധാനത്തെ നശിപ്പിക്കുന്ന രീതിയിലുള്ള, സന്തോഷത്തെ നശിപ്പിക്കുന്ന രീതിയിലുള്ള, അല്ലെങ്കിൽ അവർക്ക് വരാനുള്ള പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളെ തടുക്കുന്ന രീതിയിലുള്ള എന്തെങ്കിലും എനർജീസ് അവരുടെ ലൈഫിൽ ഇപ്പോൾ പ്രസൻറ്റ് ആണോ നോക്കാം. കാർഡ് നമ്പർ 1. ഈ ഒരു എനർജിയുടെ ട്രൂ ഇൻറ്റൻഷൻ, അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിലെ അവരുടെ ഈ ഒരു പ്രസൻസിൻ്റെ, അല്ലെങ്കിൽ ഈ ഒരു എനർജിയുടെ പ്രസൻസിൻ്റെ ശരിയായിട്ടുള്ള കാരണം, ഉദ്ദേശ്യം എന്താണെന്ന് നോക്കാം. എന്താണ് അതിൻ്റെ റിയൽ ഇൻറ്റൻഷൻ നോക്കാം. കാർഡ് നമ്പർ 2. ഈ ഒരു എനർജി നിങ്ങളിലേക്ക് അപ്രോച്ച് ചെയ്യുന്ന രീതി എങ്ങനെയായിരിക്കും നോക്കാം. നിങ്ങളോട് അപ്രോച്ച് ചെയ്യുന്ന രീതി എങ്ങനെയായിരിക്കും നോക്കാം. ഈ ഒരു എനർജി നിങ്ങളോട് അപ്രോച്ച് ചെയ്യുന്ന രീതി എങ്ങനെയാണ്. കാർഡ് നമ്പർ 3. ഒരു വ്യക്തിയാണെങ്കിൽ ഈ ഒരു എനർജിയെ നിങ്ങൾക്ക് എങ്ങനെ കണ്ടെത്താൻ സാധിക്കും? എങ്ങനെ നിങ്ങൾക്ക് ഒരു വ്യക്തി അല്ലെങ്കിൽ ഈ ഒരു എനർജി ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് സാധിക്കും? എങ്ങനെ ഒരു വ്യക്തി അല്ലെങ്കിൽ എനർജിയെ നിങ്ങൾക്ക് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് സാധിക്കും? നിങ്ങളുടെ ലൈഫിൽ ഈ ഒരു എനർജി എങ്ങനെയാണ് അഫക്റ്റഡ് ആകുന്നത്? നിങ്ങൾക്ക് ഈ ഒരു എനർജി നിങ്ങളുടെ ലൈഫിൽ നിങ്ങളെ എഫക്റ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഓക്കെ, നിങ്ങളിത് ഇഗ്നോർ ചെയ്യുകയാണെങ്കിൽ, നിങ്ങളിത് ഒഴിവാക്കുകയാണ്, അത് അങ്ങനെയൊന്നും അല്ല എന്ന് വിചാരിച്ചത് ഒഴിവാക്കുകയാണെങ്കിൽ എന്തായിരിക്കും നെക്സ്റ്റ് സംഭവിക്കാൻ പോകുന്നത് നോക്കാം. അല്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങളിത് ചെയ്യുന്നുണ്ടായിരിക്കാം, നിങ്ങളുടെ ലൈഫിൽ ഇങ്ങനെ ഒരു പാറ്റേൺ വന്നിട്ടുണ്ടായിരിക്കാം. നമുക്ക് നോക്കാം. ഇത് ഇഗ്നോർ ചെയ്യുകയാണെങ്കിൽ സംഭവിക്കുന്നത്. ഓക്കെ, ആൻഡ് നിങ്ങൾ സ്വയം പ്രൊട്ടക്റ്റ് ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് നോക്കാം. എങ്ങനെയാണ് നിങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്യേണ്ടത്? ഓൾറെഡി കാർഡ് വന്നിട്ടുണ്ട്. സോ ഒരു ഗൈഡൻസ് കൂടി എടുത്ത് നോക്കാം. എങ്ങനെ നിങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്യണം, എങ്ങനെ നിങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്യണം. ഓക്കെ, സോ നമുക്ക് കാർഡ്സിനെ ഒന്ന് റിവീൽ ചെയ്ത് നോക്കാം. ഇങ്ങനെയൊരു പേഴ്സൺ ഓർ എനർജി നിങ്ങളുടെ ലൈഫിൽ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടോ എന്നുള്ളതാണ്. 4 ഓഫ് സോർട്സ്. നെക്സ്റ്റ്, ഈ ഒരു എനർജിയുടെ ഇൻറ്റൻഷൻ എന്താണ് നിങ്ങളുടെ ലൈഫിൽ? 10 ഓഫ് പെൻറ്റക്കിൾസ് ആണ്. നിങ്ങളെ ഇതെങ്ങനെയാണ് അപ്രോച്ച് ചെയ്യുക, അല്ലെങ്കിൽ ഈ ഒരു എനർജി എങ്ങനെയായിരിക്കും അപ്രോച്ച് ചെയ്യുക? ദ ഡെവിൾ എന്നുള്ള രീതിയിലാണ്. ഓക്കെ,
ഈ ഒരു വ്യക്തിയെ നിങ്ങൾക്ക് എങ്ങനെ ഐഡൻറ്റിഫൈ ചെയ്യാൻ സാധിക്കും? ഡെത്ത്. നിങ്ങളെങ്ങനെയാണ് ഈ ഒരു എനർജി എഫക്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? 7 ഓഫ് wands ആണ്. നിങ്ങളിത് ഇഗ്നോർ ചെയ്താൽ എന്തായിരിക്കും നോക്കാം. 2 ഓഫ് cups ആണ്. നിങ്ങൾക്ക് എങ്ങനെ നിങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ സാധിക്കും? 2 കാർഡ്സ് ഉണ്ട്. ഒന്ന് ജംപ്ഡ് ഔട്ട് ആണ്, 2 ഓഫ് wands, ആൻഡ് ദ സെക്കൻഡ് വൺ പിക്ഡ് വൺ ആണ്, 8 ഓഫ് swords. സോ ഈ ഒരു റീഡിങ്ങിൽ നിന്ന് എനിക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം, ഉറപ്പായിട്ടും നിങ്ങളെ അങ്ങനെ ഒരു വ്യക്തി, അങ്ങനെ ഒരു എനർജി എഫക്റ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ്. കാരണം നിങ്ങളുടെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പല ഏരിയാസിലും ഈ ഒരു വ്യക്തിയുടെ പ്രസൻസ് നിങ്ങൾക്ക് പല ബുദ്ധിമുട്ടുകളും ഉണ്ടാക്കുന്നുണ്ട്. അല്ലെങ്കിൽ ഈ ഒരു വ്യക്തിയിൽ നിന്നുള്ള എനർജി, അതിൻ്റെ പ്രസൻസ് നിങ്ങൾക്ക് ഒരുപാട് ബുദ്ധിമുട്ട് ഉണ്ടാക്കുന്നുണ്ട്. സോ നമുക്കിൻ്റെ ഒരു ഡീറ്റെയിൽ റീഡിങ്ങിലേക്ക് പോകാം. നിങ്ങളുടെ ബോട്ടം ഓഫ് ദി ഡെക്ക് പറയുന്നത് ഈ ഒരു വ്യക്തി നിങ്ങളുടെ ഹാപ്പിനെസ് മൊമെൻറ്റിലൊക്കെ നിങ്ങളുടെ കൂടെയുള്ളൊരു വ്യക്തിയായിരുന്നു എന്നുള്ളത് തന്നെയാണ്. അതായത് നിങ്ങളുടെ ഒരു ഫ്രണ്ട് സർക്കിളിലുള്ള ഒരു വ്യക്തിയായിരിക്കാം, നിങ്ങളുടെ വർക്ക് പ്ലേസ് എൻവയോൺമെൻറ്റിൽ നിങ്ങളോടുകൂടി എൻജോയ് ചെയ്തിട്ടുള്ളൊരു വ്യക്തിയായിരിക്കാം, നിങ്ങളുടെ ഫാമിലി അല്ലെങ്കിൽ വളരെ ക്ലോസ് കണക്ഷനിലുള്ളൊരു വ്യക്തിയായിരിക്കാം. ഇതൊരു സ്ട്രേഞ്ചർ ആയിട്ടുള്ള ഒരാളല്ല. ഈ ഒരു വ്യക്തിയോട് നിങ്ങൾ സന്തോഷിച്ചിട്ടുണ്ട്, ഒരുപാട് ആഹ്ലാദിച്ചിട്ടുണ്ട്, ഷെയർ ചെയ്തിട്ടുണ്ട്, അങ്ങനെ ഒരു ഹാപ്പി മൊമെൻറ്റ്സ് ഒക്കെ കുറേ ഉണ്ടായിട്ടുള്ള ഒരു വ്യക്തിയാണ്. മേ ബി നിങ്ങളുടെ കംഫർട്ട് സോൺ അല്ലെങ്കിൽ നിങ്ങളൊരു സേഫ് പ്ലേസ് ഇതാണ് എന്നൊക്കെ വിചാരിക്കുന്ന ഒരു വ്യക്തിയായിരിക്കും. നിങ്ങളെല്ലാം ഷെയർ ചെയ്യുന്നൊരു വ്യക്തിയായിരിക്കാം. ഓക്കെ, നിങ്ങൾ ഒരുമിച്ച് ഔട്ടിങ് പോകുന്നുണ്ടായിരിക്കാം, ഒരുമിച്ച് സെലിബ്രേറ്റ് ചെയ്യുന്നുണ്ടായിരിക്കാം, നിങ്ങളെല്ലാ ആഗ്രഹങ്ങളും എല്ലാ സന്തോഷങ്ങളും ഷെയർ ചെയ്യുന്നൊരു വ്യക്തിയായിരിക്കാം ചിലപ്പോൾ ഇത്. ഓക്കെ, സോ ഈ ഒരു വ്യക്തിക്ക് നിങ്ങളുടെ അടുത്ത് ഹാപ്പി മൊമെൻറ്റ്സ് നിങ്ങളോട് ചിലവഴിക്കാൻ ഒരുപാട് ഇഷ്ടമുള്ള ഒരാളാണ്. സെലിബ്രേഷൻസ് ഒക്കെ നിങ്ങളോടൊത്ത് ചിലവഴിക്കാൻ ഇഷ്ടമുള്ള ഒരു വ്യക്തിയാണിത്. ഓക്കെ, സോ ഇതൊരു സ്ട്രേഞ്ചർ അല്ല, നിങ്ങളുടെ സർക്കിളിൽ തന്നെയുള്ള ഒരു വ്യക്തിയാണ്. ഒരു ഹിഡൻ ട്രസ്റ്റ് നിങ്ങൾക്ക് ആ ഒരു വ്യക്തിയോടുണ്ട് നിങ്ങളുടെ ഉള്ളിൽ തന്നെ. ഓക്കെ, സോ നിങ്ങളുടെ ലൈഫിൽ ഒരു വ്യക്തിയുടെ പ്രസൻസ് നമുക്ക് നോക്കാം. ഉറപ്പായിട്ടും ഇങ്ങനെ ഒരു വ്യക്തി നിങ്ങളുടെ ലൈഫിൽ തീർച്ചയായിട്ടും ഉണ്ട് എന്നുള്ളതാണ് ഈ ഒരു കാർഡ് പറയുന്നത്. പക്ഷേ ആ ഒരു വ്യക്തി ഭയങ്കര ആക്റ്റീവ് അല്ല. അതായത് വളരെ സൈലൻ്റ് ആയിട്ടുള്ള, നല്ലതുപോലെ മറ്റുള്ളവരെ നിരീക്ഷിക്കുന്ന, ഉന്നം നോക്കിയിരിക്കുന്ന ഒരു വ്യക്തിയാണ്. ഓക്കെ, അവർ പ്രത്യക്ഷത്തിൽ പ്രശ്നങ്ങളൊന്നും ക്രിയേറ്റ് ചെയ്യില്ല. പ്രത്യക്ഷത്തിൽ അങ്ങനെ ഒരു പ്രശ്നം ക്രിയേറ്റ് ചെയ്ത് മുന്നോട്ട് വരാനുള്ള താല്പര്യമൊന്നും ഉള്ള ഒരാളല്ല. വളരെ ശാന്തമായിരിക്കുന്ന, നമുക്ക് കുറച്ച് സ്പിരിച്വൽ ആണെന്നൊക്കെ തോന്നുന്ന, മറ്റുള്ളവരെ ഉപദ്രവിക്കാൻ താല്പര്യമില്ല എന്നൊക്കെ തോന്നുന്ന ഒരു വ്യക്തിയുടെ എനർജിയാണ് ഇവിടെ കിട്ടുന്നത്. ഓക്കെ, അവർ നിങ്ങളോട് സംസാരിക്കുന്നതിനേക്കാളും കൂടുതലും, നിങ്ങളോട് ഇടപഴകുന്നതിനേക്കാളും കൂടുതൽ നിങ്ങളെ വാച്ച് ചെയ്യുന്നുണ്ടെന്നുള്ളതാണ്. ഓക്കെ, ഈ ഒരു സൈലൻസ് എന്ന് പറയുന്നത് ഒരു പീസ്ഫുൾ ആയിട്ട് അവരിയ്ക്കുകയല്ല. ഇവിടെ നോക്കിയാൽ ഈ ഒരു വ്യക്തി വളരെ പീസ്ഫുൾ ആയിട്ടിരുന്ന് ഉറങ്ങുമൊന്നുമല്ല, അവർ സമയം നോക്കിയിരിക്കുകയാണ്, എപ്പോൾ അമ്പ് ചെയ്യണം എന്നുള്ളൊരു സമയം നോക്കിയാണ് ഇരിക്കുന്നത് അല്ലേ. സോ ഇതൊരു കാൽക്കുലേഷനാണ്, ഒരു കാൽക്കുലേഷൻ ടൈം നോക്കിയിരിക്കുന്ന ഒരു വ്യക്തിയാണ്. ഓക്കെ, ഒരിക്കലും നിങ്ങൾ സംശയിക്കാൻ ചാൻസ് ഇല്ലാത്തൊരു വ്യക്തിയാണെന്ന് അവർക്ക് തന്നെ അറിയായിരിക്കും. ഓക്കെ, ബാക്ക്ഗ്രൗണ്ടിൽ നിന്നാണ് ഈ ഒരു വ്യക്തി പ്ലേ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവരുടെ ഒരു ട്രൂ ഇൻറ്റൻഷൻ എന്താണെന്ന് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നുന്ന ഒരു കാർഡാണ്. പക്ഷേ ഒരു സ്ലൈറ്റ് കോംപ്ലക്സ് കാർഡ് കൂടിയാണ്. ഈ ഒരു വ്യക്തിയുടെ ഒരു ഐഡൻറ്റിറ്റി കൂടി പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളെക്കാളും സീനിയർ ആയിട്ടുള്ള ഒരു വ്യക്തിയായിരിക്കും. ഈ ഒരു വ്യക്തി നിങ്ങളുടെ ഓഫീസിൽ നിങ്ങളുടെ സീനിയർ ആയിരുന്നിരിക്കും, നിങ്ങളുടെ കുടുംബത്തിൽ നിങ്ങളുടെ സീനിയർ ആയിട്ടുള്ളൊരു വ്യക്തിയായിരുന്നിരിക്കും, നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും അഡ്വൈസ് തരുന്നൊരു വ്യക്തിയായിരിക്കും. ഓക്കെ, സോ അവരുടെ ഒരു ഇൻറ്റൻഷൻ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ കറണ്ട് സ്റ്റാറ്റസ്, നിങ്ങൾ അവർക്കൊരു ഭീഷണിയാവുന്നുണ്ടോ എന്നുള്ള ഒരു പേടി അവർക്കുണ്ട്. ഭീഷണിയായി മാറുമോ എന്നുള്ളൊരു പേടി അവർക്കുണ്ട്. അവരുടെ ഒരു സ്റ്റെബിലിറ്റി അല്ലെങ്കിൽ നിങ്ങളുടെ സ്റ്റെബിലിറ്റി അവരെ ബാധിക്കുമോ എന്ന് അവർ പേടിക്കുന്ന ഒരു വ്യക്തിയായിരിക്കും. നിങ്ങൾ ലോങ് ടേം സെക്യൂരിറ്റി, ഇപ്പോൾ നിങ്ങളുടെ ഉള്ളൊരു സ്റ്റാറ്റസ്, അതൊക്കെ അതായത് നിങ്ങളുടെ ഇപ്പോഴത്തെ ജീവിത സാഹചര്യം, ഓക്കെ, അതിലേക്കൊക്കെ ഒരു നോട്ടമുള്ള ഒരു വ്യക്തിയാണിത്. ഓക്കെ, ഈ ഒരു വ്യക്തി ഉറപ്പായിട്ടും നിങ്ങൾ വെറുക്കുന്നൊരു വ്യക്തിയല്ല. ആ ഒരു വ്യക്തി നിങ്ങളോടും ഇതുപോലെ തന്നെ വെറുപ്പൊന്നുമുള്ളൊരു വ്യക്തിയല്ല. ബട്ട് അവർ പോലും അറിയാതെ അവരുടെ എനർജി നിങ്ങളെ എഫക്റ്റ് ചെയ്യുന്നുണ്ടെന്നുള്ളതാണ്. ഓക്കെ, അവരുടെ ആ ഒരു നേച്ചർ നിങ്ങളെ അഫക്റ്റ് ചെയ്യുന്നുണ്ട്. ഒരു ജലസി, ഒരു എനർജിയാണ് ഇവിടെ കാണുന്നത്. നമ്മളുടെ സക്സസ് അല്ലെങ്കിൽ ഒരു ഫ്യൂച്ചർ ബെറ്റർ ആയിരിക്കും എന്ന് ആലോചിക്കുമ്പോഴാണ് അവർക്ക് ഈ ഒരു രീതിയിലൊക്കെ പെരുമാറാനായിട്ട് തോന്നുന്നത്. അല്ലാതെ വെറുപ്പുള്ളത് കൊണ്ടൊന്നും അല്ല. ദേ ആർ വാച്ചിങ് യു. ആക്ച്വലി നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും അവർ ശ്രദ്ധിക്കുന്നുണ്ട്.
ഫ്യൂച്ചറിനെ കുറിച്ച് ആലോചിക്കുമ്പോഴാണ് അവർക്ക് ആ ഒരു പേടി. അതാണ് അതിൻ്റെ ഒരു ഇൻറ്റൻഷൻ. ആ ഒരു കാര്യത്തിൽ സമാധാനം നഷ്ടപ്പെടുത്തുക, അവിടെ ഒരു സന്തോഷം നഷ്ടപ്പെടുത്തുക എന്നുള്ളതാണ് ഇവരുടെ ഒരു ഇൻറ്റൻഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അവർക്ക് നിങ്ങളോടുള്ള അപ്രോച്ച്, ഇത് നമ്മൾ വളരെയധികം സൂക്ഷിക്കേണ്ട ഒരു കാർഡാണ്. ദ ഡെവിൾ എന്ന് പറഞ്ഞ കാർഡാണ് വന്നിട്ടിരിക്കുന്നത്. അതായത് നിങ്ങളോട് ഈ ഒരു വ്യക്തി ഓവറായിട്ട് അറ്റാച്ച്ഡ് ആയിരിക്കും. പല കാര്യങ്ങളും നിങ്ങളെ കൺട്രോൾ ചെയ്യുന്നുണ്ട്, നിങ്ങൾ പോലും അറിയാതെ കൺട്രോൾ ചെയ്യുന്നുണ്ട്. ഇമോഷണലി നിങ്ങളുമായിട്ടൊരു ബോണ്ട് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഓക്കെ, ആ ഒരു ബോണ്ടെന്ന് പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കും എന്നോട് ഭയങ്കര സ്നേഹമാണ്, പക്ഷെ ഓവറായിട്ട് നിങ്ങളെ കൺട്രോൾ ചെയ്യുന്നുണ്ടായിരിക്കും. നിങ്ങൾക്ക് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ആ ഒരു വ്യക്തി ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. വെരി ക്ലോസ് ആയിരിക്കും. മേ ബി നിങ്ങൾക്ക് പല കാര്യങ്ങളും ഈ ഒരു വ്യക്തി ഇല്ലാതെ ഇനി ചെയ്യാൻ പറ്റത്തില്ല എന്നുള്ളൊരു അവസ്ഥയിലേക്ക് നിങ്ങൾ പോയിട്ടുണ്ടായിരിക്കും. ഓവർ ഡിപ്പെൻഡൻസി ഇതിനകത്തൊരു പ്രത്യേക ഫാക്ടറാണ്. ഓക്കെ, അവരുടെ കൂടെ നിർത്തുകയും അവരുടെ കൂടത്തിൽ അവരുടെ ആ ഒരു കൺട്രോളിൽ നിർത്തുകയും നിങ്ങളവിടെ സ്റ്റക്കാക്കി നിർത്താനായിട്ടാണ് അവർ ആഗ്രഹിക്കുന്നത് എന്നുള്ളതാണ്. ഓക്കെ, നിങ്ങളുടെ കുറ്റബോധം അല്ലെങ്കിൽ നിങ്ങളുടെ മനസ്സൊക്കെ കൃത്യമായിട്ട് മനസ്സിലാക്കി അതിനെ അവർ മാനിപ്പുലേറ്റ് ചെയ്യാൻ ശ്രമിക്കാറുണ്ട്. നിങ്ങൾക്ക് എവിടെയാണ് എന്ത് പറയുമ്പോഴാണ് നിങ്ങൾക്ക് നല്ല ബുദ്ധിമുട്ട് തോന്നുക, നിങ്ങളെ മെൻ്റലി അപ്സെറ്റ് ആക്കാൻ പറ്റുക, അത് പറഞ്ഞ് നിങ്ങളെ ട്രിഗർ ചെയ്യുന്ന ഒരാൾക്കാരായിരിക്കും ഇത്. ഓക്കെ, അതായത് ശരിക്കും നിങ്ങളുടെ ചുറ്റുപാടും എന്താണോ അത് റിയാലിറ്റി ആയിട്ട് നിങ്ങൾ ഉൾക്കൊള്ളാതെ അവർ പറഞ്ഞു തരുന്ന റിയാലിറ്റിയിലായിരിക്കും ചിലപ്പോൾ നിങ്ങൾ ജീവിക്കുക. സോ ഈ ഒരു കണക്ഷൻ ഒരു പ്യുവർ കണക്ഷനായിട്ട് എനിക്ക് തോന്നുന്നില്ല. ഈ ഒരു കണക്ഷനിൽ ഓവർ കൺട്രോൾ ഉണ്ട്, അറ്റാച്ച്മെൻ്റ് ഉണ്ട്, അതായത് ഓവർ അറ്റാച്ച്മെൻ്റ് ആണ് കേട്ടോ. അതുപോലെ ഒരുപാട് ഹിഡൻ മോട്ടീവ്സും ഉള്ളൊരു കാർഡാണ് നിങ്ങൾക്ക് വന്നിട്ടുള്ളത്. ഓക്കെ, വളരെ ഫ്രണ്ട്ലി ആയിട്ട് കെയറിങ് ആയിട്ട് സപ്പോർട്ടീവായിട്ട് ആക്ട് ചെയ്യുന്നൊരു വ്യക്തിയായിരിക്കും. പക്ഷേ അതിൻ്റെ അടിയിൽ ഒരു മാസ്ക് ഉണ്ട്. വളരെ ടോക്സിക് ആയിട്ടുള്ള, നിങ്ങളുടെ കാര്യങ്ങളെ മാനിപ്പുലേറ്റ് ചെയ്യാൻ കഴിയുന്ന ഈ ഒരു വ്യക്തി നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും ചോദിച്ചറിഞ്ഞിരിക്കും. നിങ്ങളും അവരുമായിട്ടൊരു കണക്ഷൻ ഉണ്ട്, നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും ചോദിച്ചറിയും. ബട്ട് അതൊരിക്കലും നിങ്ങളുടെ നല്ലതിനായിരിക്കില്ല. മൂന്നാമതൊരാളെ അറിയിക്കാൻ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും അവരുടെ ഒരു സമാധാനത്തിന് വേണ്ടിയിട്ട് നിങ്ങൾ അവരുടെ ആ ഒരു ഇതിൽ നിന്ന് രക്ഷപ്പെടുന്നില്ല, ആ ഒരു സർക്കിളിൽ നിന്ന് രക്ഷപ്പെടുന്നില്ല എന്ന് മനസ്സിലാക്കാനുള്ള ഒരു സമാധാനത്തിന് വേണ്ടിയിട്ടുള്ള ഒരു കാര്യമാണ്. ഓക്കെ, സോ ഈ ഒരു കാർഡ് എന്തായാലും ഒരു പോസിറ്റീവായിട്ടുള്ള കാർഡല്ല കേട്ടോ. സോ ഈ ഒരു പേഴ്സൻ്റെ ഐഡൻറ്റിറ്റി എങ്ങനെ ഈ വ്യക്തിയെ തിരിച്ചറിയാം, ഇത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. ഈ വ്യക്തി നിങ്ങളുടെ ലൈഫിൽ വലിയൊരു മാറ്റത്തിന് കാരണമായിട്ടുള്ള ഒരു വ്യക്തിയായിരിക്കും. അങ്ങനെ എന്തെങ്കിലും രീതിയിൽ ചിലപ്പോൾ നിങ്ങൾക്ക് ഇവരോടൊരു കടപ്പാട് വന്നിട്ടുണ്ടായിരിക്കും. നിങ്ങളുടെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു കാര്യം ഇവർ വലിയ കാര്യമായിട്ട് നിങ്ങൾക്ക് ചെയ്തിട്ടുണ്ടെന്ന് നിങ്ങൾക്കൊരു തോന്നലുണ്ടായിരിക്കും. അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു കാര്യം പരിപൂർണമായിട്ട് അവസാനിച്ചതിനുള്ള ഒരു റീസണും ഇവരായിരിക്കും. നിങ്ങളുടെ ജീവിതത്തിലെ ഒരു ട്രാൻസ്ഫോർമേഷൻ ഫേസിലായിരിക്കും നിങ്ങൾ ഇവരെ കണ്ടിട്ടുണ്ടാവുക. അല്ലെങ്കിൽ ഇവരുടെ ജീവിതത്തിൽ എന്തോ ഒരു കാര്യം അവസാനിക്കുക, അല്ലെങ്കിൽ അവരുടെ ജീവിതത്തിൽ വലിയൊരു ട്രാൻസ്ഫോർമേഷൻ സംഭവിച്ചൊരു വ്യക്തിയായിരിക്കും അത്. ഓക്കെ, നിങ്ങളുടെ ജീവിതം ചിലപ്പോൾ ഇവരെ മീറ്റ് ചെയ്തതിന് ശേഷം എൻറ്റയർലി മാറിയിട്ടുണ്ടായിരിക്കും. ഓക്കെ, നിങ്ങൾക്ക് എപ്പോഴും നിങ്ങൾ ആ ഒരു പഴയ വ്യക്തിയായിട്ട് നിങ്ങളെ തോന്നുന്നില്ലായിരിക്കും. പലപ്പോഴും ഇവരോട് സംസാരിക്കും, ഇവരെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ എന്തൊക്കെയോ കാര്യങ്ങൾ അവസാനിപ്പിക്കണമെന്ന് നിങ്ങൾക്ക് പലപ്പോഴും തോന്നാറുണ്ടായിരിക്കും. ഓക്കെ, അവസാനിപ്പിക്കുക. പല ആളുകളോടും ഡിസ്റ്റൻസ് ഉണ്ടായിട്ടുണ്ടായിരിക്കും നിങ്ങൾക്ക്. ഇമോഷണലി നിങ്ങൾക്ക് ഒരുപാട് ഹെവിനെസ്, ഒരു ഭാരപ്പെട്ട മനസ്സുമായിട്ട് നിങ്ങൾ നടക്കേണ്ട അവസ്ഥ ഇവരെ മീറ്റ് ചെയ്തതിന് ശേഷം, ആദ്യം ഉണ്ടായിരുന്ന ഒരു പോസിറ്റീവ് എനർജിക്ക് ശേഷം നിങ്ങൾക്ക് ഈ ഒരു വ്യക്തിയിൽ നിന്നും അല്ലെങ്കിൽ ഈ വ്യക്തി പറയുന്ന കാര്യങ്ങളിൽ നിന്നും അല്ലെങ്കിൽ അവർ ഷെയർ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഒരുപാട് ഇമോഷണൽ പ്രഷർ തരുന്നുണ്ടായിരിക്കും. ഓക്കെ, നിങ്ങൾ എപ്പോഴൊക്കെ ഇവരെക്കുറിച്ച് ആലോചിക്കുന്നുണ്ടോ നിങ്ങൾക്ക് അപ്പോൾ തോന്നും എന്തൊക്കെയോ കാര്യങ്ങൾ അവസാനിപ്പിക്കേണ്ടതായിട്ടുണ്ട്, പക്ഷേ നിങ്ങൾക്കത് സാധിക്കുന്നില്ല. നിങ്ങളുടെ എന്തൊക്കെയോ ബോണ്ടും അവിടെയുണ്ട്, നിങ്ങൾക്ക് എന്തൊക്കെയോ അവർ ചെയ്തു തന്നു എന്ന് നിങ്ങൾ വിചാരിക്കുന്ന കുറച്ച് കാര്യങ്ങളും അവിടെ ഉണ്ടായിരിക്കും. ഓക്കെ, എങ്ങനെയാണ് ഈ ഒരു എനർജി നിങ്ങളെ അഫക്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് നോക്കാം. 7 ഓഫ് വോൺസിൻ്റെ കാർഡാണ്. ശരിക്കും ഇതൊരു സ്ട്രോങ് ഡിഫെൻസീവ് കാർഡാണ് കേട്ടോ. അതായത് നിങ്ങൾ സ്ട്രോങ്ലി ഇത് ശരിക്കും ഡിഫെൻഡ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് ഈ ഒരു വ്യക്തിയുടെ എനർജി എന്നുള്ളതാണ്. കാരണം നിങ്ങൾക്ക് ഓൾറെഡി ഇപ്പോൾ മനസ്സിലായിട്ടുണ്ടായിരിക്കും ആ ഒരു വ്യക്തിയാണ് നിങ്ങളുടെ പല എനർജീസിനും അല്ലെങ്കിൽ പല ഡിസ്റ്റർബൻസിനും കാരണം. നിങ്ങൾക്ക് ആവശ്യമില്ലാത്ത കുറേ എനർജീസ് നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നതിൻ്റെ കാരണം എന്നുള്ള കാര്യം. സോ നിങ്ങൾ പല രീതിയിൽ നിങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നുണ്ട്. നിങ്ങൾക്കൊരു പ്രൊട്ടക്ഷൻ, ഒരു ബൗണ്ടറി വെക്കാൻ വേണ്ടി നിങ്ങൾ പല രീതിയിൽ ശ്രമിക്കാറുണ്ട്. പക്ഷേ നിങ്ങൾക്ക് മെൻ്റലി അതിലേക്ക് ഇൻവോൾവ് ചെയ്യാൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ്. അല്ലെങ്കിൽ നിങ്ങളൊരു ഇവരിൽ നിന്നുണ്ടാകുന്ന
ഒരു മുഖം കനപ്പിക്കുന്ന ഒരു സ്വഭാവമാണെങ്കിലും അല്ലെങ്കിൽ ഒരു മാറ്റം നിങ്ങൾക്ക് പെട്ടെന്ന് നിങ്ങളുടെ എനർജിയെ ഡ്രെയിൻ ചെയ്യും. അതായത് ഇവരിലേക്ക് ഓവർ അറ്റാച്ച്മെൻറ്റ്, നിങ്ങൾക്ക് ഈ ഡെവിൾ കാർഡ് വന്നതുകൊണ്ട് തന്നെ ഈ ഒരു ഓവർ അറ്റാച്ച്മെൻറ്റ് ഓൾറെഡി വന്നിരിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് അവരിൽ നിന്നുള്ള ചെറിയ മാറ്റങ്ങൾ പോലും നിങ്ങളെ കംപ്ലീറ്റ്ലി ഡ്രെയിൻ ആക്കി കളഞ്ഞെന്നിരിക്കും. ഓക്കെ, സോ നിങ്ങളിപ്പോൾ ഒരു സർവൈവൽ മോഡിലാണെന്ന് വേണം പറയാൻ. നിങ്ങളുടെ എനർജി നിങ്ങൾ ഗാർഡ് ചെയ്യേണ്ടതായിട്ട് വരുന്നുണ്ട്. ഇപ്പോൾ നോർമലി ഒരാൾക്കൊരു നോ പറയേണ്ടടുത്ത് നിങ്ങൾ ഒരുപാട് കഷ്ടപ്പെട്ടാൽ പോലും നിങ്ങൾക്കൊരു നോ പറയാൻ പറ്റില്ല എന്നുള്ളതാണ്. നോർമലി ഉള്ള ഒരാൾ ഒരു കാര്യം എളുപ്പത്തിൽ നേടിയെടുക്കുന്ന പോലെ നിങ്ങൾക്ക് പറ്റുന്നുണ്ടാവില്ല. ഇവരുടെ എനർജി നിങ്ങളെ സറൗണ്ട് ചെയ്യുന്നിടത്തോളം കാലം ഒരാൾക്ക് ഈസി ആയിട്ട് നേടാൻ പറ്റുന്ന കാര്യം നിങ്ങൾ വളഞ്ഞായിരിക്കും മൂക്കിൽ പിടിക്കുക. ഒരുപാട് കഷ്ടപ്പെട്ടായിരിക്കും നിങ്ങളത് നേടുക. സോ ഈ എനർജി നിങ്ങളെ അഫക്റ്റ് ചെയ്യുന്ന രീതി അതാണ്. നിങ്ങൾക്ക് ഒരുപാട് സ്ട്രെസ്സ് കാണും, ഓവർ തിങ്കിങ് കാണും. ചിലപ്പോൾ നിങ്ങൾ മടുത്തു എന്ന് തോന്നുന്നൊരു മൊമെൻറ്റിൽ കൂടെ നിങ്ങൾ കടന്നു പോകുന്നുണ്ടായിരിക്കും. സോ എന്താണ് ഇതിനകത്തെ വാർണിംഗ്? നിങ്ങളിത് ഇഗ്നോർ ചെയ്താൽ എന്തായിരിക്കും സംഭവിക്കാൻ പോകുന്നത്? ഈ ഒരു കണക്ഷൻ ഇഗ്നോർ ചെയ്ത് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഈ ഒരു വ്യക്തിയുമായിട്ടുള്ള കണക്ഷൻ ശരിയല്ല, അത് നിങ്ങൾ പക്ഷേ ഇഗ്നോർ ചെയ്യുകയാണ്, സാരമില്ല പോട്ടെ എന്ന് വിചാരിച്ച് പോവുകയാണെങ്കിൽ എന്ത് സംഭവിക്കും ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഒരു വ്യക്തിയായിട്ടുള്ള ബോണ്ട് വളരെയധികം ഡീപ്പാവാനായിട്ടുള്ള സാധ്യത ഇനിയുണ്ട്. ഓക്കെ, ഇമോഷണൽ അഡിക്റ്റഡ് ആവും ചിലപ്പോൾ ഈ ഒരു വ്യക്തിയായിട്ട്. ഓക്കെ, ഭയങ്കര ഒരു ഇമോഷണൽ ടൈ വരാനായിട്ടുണ്ട്. അതൊരു അൺഹെൽത്തി രീതിയിലുള്ള ഇമോഷണൽ ടൈ ആണ്, നിങ്ങൾ ഓർക്കണം. ഒരു ഡെവിൾ കാർഡാണ് നിങ്ങൾക്ക് കിട്ടിയത്. സോ ഒരു ഇമോഷണൽ ടൈ എന്ന് പറയുന്നത് അത്ര പോസിറ്റീവ് അല്ല. ഓവർ ഡിപ്പെൻഡൻസി, അവരില്ലാതെ പറ്റില്ല എന്ന് തോന്നുക. ഓക്കെ, ഇമോഷണലി നിങ്ങൾ വളരെയധികം കൺഫ്യൂസ്ഡ് ആവുക, ആ ഒരു വ്യക്തി ഇല്ലാതെ തീരുമാനങ്ങൾ എടുക്കാൻ പറ്റാതെ വരിക. ഓക്കെ, വിട്ട് കളയാൻ ഒരു രക്ഷയുമില്ലെന്ന് തോന്നും. ലെറ്റ് ഗോ ചെയ്യാൻ പറ്റത്തില്ല എന്ന് പറയുന്നത് വലിയൊരു പ്രശ്നമായിട്ട് നിങ്ങൾക്ക് മാറും. സോ എന്തൊക്കെയോ കാര്യങ്ങൾ ശരിയല്ല എന്ന് എനിക്കറിയാം, പക്ഷേ എനിക്കിതിന്ന് പുറത്ത് കിടക്കാൻ പറ്റില്ല എന്ന് നിങ്ങൾ മനസ്സുകൊണ്ട് ഉറപ്പിക്കും. അതാണ് ഇത് നിങ്ങൾ അവോയ്ഡ് ചെയ്താലുള്ള പ്രശ്നം എന്ന് പറയുന്നത്. ഇനി നിങ്ങൾക്ക് എങ്ങനെ നിങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്യാം? അതിന് യൂണിവേഴ്സ് തന്നൊരു മറുപടി 1 2 ഓഫ് വോൺസ് ആണ്. അതായത് നിങ്ങളൊന്ന് സ്റ്റെപ്പ് ബാക്ക് ചെയ്യണം, ഒന്ന് പുറകിലേക്ക് വലിയ, അതിനുശേഷം നിങ്ങൾക്ക് എവിടെ എത്തണം, എങ്ങനെ മാറണം എന്നുള്ളതിനെക്കുറിച്ചൊരു വലിയ ചിത്രം ഉണ്ടാക്കുക. പ്ലാനിങ്. ഓക്കെ, തീർച്ചയായിട്ടും ബോധത്തോടുകൂടി, വളരെ ബോധത്തോടുകൂടി ഒരു തീരുമാനം എടുക്കുക ഈ ഒരു വ്യക്തിയെക്കുറിച്ച്. അതിനുശേഷം കൺഫ്യൂസ്ഡ് ആവാൻ പോവരുത്. ഒരു തീരുമാനം എടുത്ത് ഒരു പ്ലാൻ ഉണ്ടാക്കി കഴിഞ്ഞാൽ പിന്നീട് കൺഫ്യൂസ്ഡ് ആവരുത്. മുന്നോട്ട് എങ്ങനെ പോകാമെന്ന് മാത്രമേ ചിന്തിക്കാൻ പാടുള്ളൂ. ഓക്കെ, ബിക്കോസ് നിങ്ങൾക്ക് ഓൾറെഡി അറിയാം ഇത് നിങ്ങൾ ചെയ്യേണ്ട കാര്യമാണെന്ന്. ജസ്റ്റ് നിങ്ങളത് ചൂസ് ചെയ്യാമെന്നുള്ളത് മാത്രമേ ഉള്ളൂ. ആൻഡ് അടുത്ത ഒരു കാർഡ് നിങ്ങൾക്ക് അഡ്വൈസ് ആയിട്ട് വന്നിട്ടുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളൊരു ക്വിക്ക് ആക്ഷൻ എടുക്കണം എന്നുള്ളതാണ് പറയുന്നത്. സ്പീഡ്, നിങ്ങളിപ്പോൾ ചിന്തിക്കുന്ന കാര്യങ്ങൾ ഓക്കെയാണ്, നിങ്ങൾക്ക് അറിയാമെങ്കിൽ കൂടി നിങ്ങളൊരു സ്പീഡ് ആക്ഷൻ എടുക്കണം എന്നുള്ളതാണ്. ഉടനെ തന്നെ ഇവരുമായിട്ടൊരു ബൗണ്ടറീസ് സെറ്റ് ചെയ്യുക, കമ്മ്യൂണിക്കേഷൻ വേണ്ട രീതിയിൽ കുറയ്ക്കുക, കംപ്ലീറ്റ്ലി ഇവരെ ഒഴിവാക്കണമെന്നോ അല്ലെങ്കിൽ നാളെ തൊട്ട് ഇവരുമായിട്ട് യാതൊരു കണക്ഷനും ഇല്ലാത്ത പോലെ നിൽക്കണമെന്നോ ഒന്നുമല്ല പറയും. നിങ്ങളുടെ ആ കമ്മ്യൂണിക്കേഷൻ്റെ ലെവൽ കുറച്ച് കുറയ്ക്കുക. നിങ്ങളുടെ പ്ലാനുകൾ ഒരുപാട് ഓവർ ഷെയർ ചെയ്യരുത്. നിങ്ങൾ നെക്സ്റ്റ് എന്താ ചെയ്യാൻ പോകുന്നതെന്നുള്ള കാര്യങ്ങളൊന്നും ഷെയർ ചെയ്യാൻ നിൽക്കണ്ട. ഇമോഷണലി നിങ്ങൾ അവരുമായിട്ട് എപ്പോഴും ഓപ്പൺ ആവുന്നത് അത്ര കുറയ്ക്കുക. ഓക്കെ, നിങ്ങൾ ബുദ്ധിപരമായിട്ട്, എനർജറ്റിക്കലി ആൻഡ് ഫിസിക്കലി, ശാരീരികമായിട്ടും മാനസികമായിട്ടും ഈ ഒരു വ്യക്തിയായിട്ട് അകലം പാലിക്കുക എന്നുള്ളതാണ്. ഓക്കെ, അതായത് എനർജറ്റിക്കലി നിങ്ങൾ ഇവരിൽ നിന്നും ഒന്ന് പിടിവിടണം. എങ്കിൽ മാത്രമായിരിക്കും നിങ്ങൾക്ക് നിങ്ങളുടെ എനർജി ഇവിടെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ സാധിക്കുക. സോ നിങ്ങൾ ഒരുപാട് മെഡിറ്റേഷൻ ചെയ്യുന്ന ആളാണ്, ഒരുപാട് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ലൈഫിലേക്ക് വരണം എന്ന് ആഗ്രഹിക്കുന്ന ആളാണ്, അതിനുവേണ്ടി ചെയ്യുന്ന ആളാണൊക്കെ പോലും ഇങ്ങനെയുള്ള എനർജീസിൽ നിങ്ങൾ അഫക്റ്റഡ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കിതൊന്നും സാധിക്കില്ല എന്നുള്ളതാണ്. സോ ഇന്നത്തെ റീഡിങ്ങിൽ ഇങ്ങനൊരു വ്യക്തിയുടെ സാന്നിധ്യം നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കുക, അത് നിങ്ങൾക്കത് അത്ര പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടല്ല. ഈ ഒരു റീഡിങ് എനിക്ക് ഒരുപാട് തവണ ഇൻറ്റ്യൂഷൻ വന്നതിന് ശേഷം ഞാൻ ചെയ്യുന്ന ഒരു റീഡിംഗ് ആണ്. ഒരുപാട് തവണ ഇത് ഷെയർ ചെയ്യേണ്ട രീതിയെക്കുറിച്ച് ഞാൻ ചിന്തിച്ചിട്ടുണ്ട് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. പക്ഷേ ഈ ഒരു റീഡിങ് പലപ്പോഴും പല ആളുകളുടെയും ജീവിതത്തിൽ അൺവാണ്ടഡ് ആയിട്ട് ഉണ്ടാക്കുന്ന എനർജീസ് എങ്ങനെയാണ് വരുന്നത് എന്നുള്ളതിനെക്കുറിച്ചുള്ള റീഡിംഗ് ആണ്. നിങ്ങൾക്ക് ഈ റീഡിംഗ് റെസനേറ്റ് ആയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ലൈഫിലേക്ക് നിങ്ങളത് എടുത്തുകൊള്ളുക. അതിൻ്റെ തീരുമാനങ്ങൾ നിങ്ങൾ വ്യക്തമായിട്ട് എടുക്കുക. ഓക്കെ, അല്ലെങ്കിൽ ഒരു ഗൈഡൻസ് ആയിട്ട് മാത്രം കാണുക. താങ്ക് യു സോ മച്ച്. നമുക്ക് മറ്റൊരു റീഡിങ്ങിൽ വീണ്ടും കാണാം.